സ്കാ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്ന ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്രിക്ക് മനസ്സിലാകത്തുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഇറക്കം 34 ഇഞ്ച് ഇറക്കമാണ് ഈ പാൻറ്റിന്. അപ്പോൾ അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂടി കൂട്ടി 36 ഇഞ്ച് അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് കാലിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ക്കാനും മുകളിൽ 1.5 ഇഞ്ച് എലാസ്റ്റിക് വയ്ക്കാനും. അതാണ് 2.5 ഇഞ്ച് കൂട്ടുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഇറക്കം 36 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ അവിടെ തുണി രണ്ട് പീസാണ്, 2 പീസായിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. എന്താണെന്ന് ഇത് ടോപ്പ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി അതാ ഇങ്ങനെ പീസായിട്ട് കിട്ടിയത് പാൻറ്റിന്. ഇതിൻ്റെ ടോപ്പ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം കിട്ടിയ ബാലൻസ് തുണിക്കാണ് നമ്മൾ ഈ പാൻറ്റ് തയ്ക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടുപ്പ് വണ്ണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഇടുപ്പ് വണ്ണം 28 ഇഞ്ചാണ്. അതിൻ്റെ 4/1 7 ഇഞ്ച് അടയാളപ്പെടുത്താം. ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് 2 ഇഞ്ച് കൂടി ലൂസ് കൂട്ടണം. ലൂസ് കൂട്ടി അതുകൂടെ അടയാളപ്പെടുത്തുക. അപ്പോൾ 7 2 9 ഇഞ്ച്. ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോച്ച് ഏരിയ ഒരു 13 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി കൂട്ടി 14.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. 1.5 ഇഞ്ച് മുകളിൽ എലാസ്റ്റിക് വെക്കുന്നതിനും കൂടെ കൂട്ടിയാണ് 14.5 ഇഞ്ച് അടയാളപ്പെടുത്തിയത്. ഇവിടെയും നമ്മൾ അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയ 9 ഇഞ്ച് നമുക്ക് ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് കൂടി അടയാളപ്പെടുത്താം. 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് ലൂസ് കൂടി കൂട്ടിയെടുക്കണം ആ ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത്. ഇനി നമുക്ക് ആ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയത് താഴോട്ട് ഒരു ലൈൻ കൊടുത്തിട്ട് ഇതൊരു ബോക്സ് പോലെ ആക്കണം. അതൊരു ബോക്സ് പോലെ ആക്കിക്കൊണ്ട് ഇത് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്തിങ്ങ് വരയ്ക്കണം. എന്നിട്ട് നമുക്ക് ഈ കാലിൻ്റെ ഭാഗം 1 ഇഞ്ച് മടക്കിയിട്ട് അവിടെ കാലിൻ്റെ വണ്ണം എത്ര ഇഞ്ചാണോ വേണ്ടത് അതിനേക്കാൾ 1 ഇഞ്ച് കൂടി കൂട്ടി വേണം നമ്മൾ അടയാളപ്പെടുത്താൻ. 1 ഇഞ്ച് കൂടി കൂട്ടി അടയാളപ്പെടുത്തിയിട്ട് ആ ക്രോച്ച് ഏരിയയിൽ നിന്ന് താഴോട്ട് ഷേപ്പ് ചെയ്തിങ്ങ് വരയ്ക്കണം ഇങ്ങനെ. ഇനി നമുക്ക് അതാണ്ട് ക്രോച്ച് ഏരിയയിൽ നിന്ന് താഴോട്ട് ഷേപ്പ് ചെയ്തിങ്ങനെ വരയ്ക്കണം. വരച്ചിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആ മുകളിൽ നമ്മളൊരു ലൈൻ കൊടുത്തില്ലായിരുന്നു, ആ ഇറക്കം അടയാളപ്പെടുത്തിയത് അവിടെ കറക്റ്റ് ചെയ്ത് നേരെ വരയ്ക്കണമല്ലോ. അതിന് വേണ്ടി നേരെ കട്ട് ചെയ്തെടുക്കണ്ടായി, അതിന് വേണ്ടിയാണ് നമ്മൾ ആ ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എല്ലാവരും വീഡിയോ കണ്ടങ്ങ് പോകും. ആരും ലൈക്ക് ചെയ്യാനൊക്കെ ആരും മെനക്കെടുന്നില്ല. ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തത് ഫ്രണ്ടിലെ പീസാണ്. ഇനി നമുക്ക് ബാക്കിലെ പീസാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടിലെ പീസിനേക്കാൾ ഒരു 1.5 ഇഞ്ച് കൂടി വണ്ണം കൂട്ടിയിട്ട് വേണം ബാക്കിലെ പീസ് കട്ട് ചെയ്യാൻ. അപ്പം ബാക്കിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് ആ ബാക്കിലെ പീസ് കട്ട് ചെയ്തതെടുത്ത് ഈ ഫ്രണ്ടിലെ പീസിനേക്കാൾ ഒരു 1.5 ഇഞ്ച് കൂട്ടി ആ വണ്ണം എടുക്കുന്നത് കേട്ടോ. ഇറക്കം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മീതെ ഇങ്ങനെ എടുത്ത് വെക്കണം. ഈ തുണി വെച്ചിട്ട് നമുക്ക് എത്ര ഇഞ്ച് നീക്കിയാണ് വെക്കുന്നതെന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നോക്കിക്കണം. അതിനേക്കാൾ ഇങ്ങോട്ട് 1.5 ഇഞ്ച് കൂട്ടി കണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ വയ്ക്കുന്നത്. വെച്ചിട്ട് മുകളിൽ ഈ ഫ്രണ്ട് പീസിനേക്കാൾ ബാക്കിലെ പീസിന് മുകളിൽ 1.5 ഇഞ്ച് കൂട്ടിയിടണം. മുകളിലോട്ട് ബാക്കിലെ പീസിന് മുകളിലോട്ട് 1.5 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് അവിടെ കട്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആ ട്രിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പാൻറ്റ് നല്ല രീതിയിൽ നമ്മൾ ഇടുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ തൂങ്ങിയൊക്കെ ഇരിക്കും. ഈ തുണിക്കകത്ത് നമുക്ക് ശരിക്കും കാണാമെന്ന് ഞാനത് കട്ട് ചെയ്യുമ്പോൾ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ശരിക്കും എടുത്ത് കാണിച്ചു തരാം. അവിടെ ഇതിനേക്കാൾ 1.5 ഇഞ്ച് മുകളിലോട്ട് ഇറക്കാം. എന്നിട്ട് ആ ക്രോച്ച് ഏരിയയുടെ ഭാഗം ആ 1.5 ഇഞ്ചും ഈ സൈഡിൽ ആ സൈഡിനോട് ചേർത്ത് കട്ട് ചെയ്യേണ്ട. ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് ആ 1.5 ഇഞ്ച് പൊങ്ങി നിൽക്കേണ്ടത്.
ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്യുക. ആ 1.5 ഇഞ്ച് നമ്മൾ എടുത്തത് ഈ സൈഡിൽ ആ ഫ്രണ്ട് പീസിൻ്റെ അതേ അളവിലും ക്രോച്ച് ഏരിയയുടെ ഭാഗം 1.5 ഇഞ്ചും ഇങ്ങനെ ചരിച്ച് ഞാൻ വരച്ചത് കണ്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കണ്ടോ അവിടെ ഇങ്ങനെ 1.5 ഇഞ്ച് കൂടുതൽ നിൽക്കേണ്ട ആ ഭാഗം. എന്നിട്ട് താഴോട്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തേക്കണം. ഈ ഒരു ലൈൻ ആയതുകൊണ്ട് നമുക്ക് ആ കയറിയിരിക്കുന്ന ഭാഗം കാണാനൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പോൾ തിരിച്ചിട്ടിട്ടൊന്ന് കാണിച്ചു തരാം. കയറിയിരിക്കുന്ന കണ്ടോ അത് നേരെ ഇരിക്കുന്നുണ്ട്. ആ അറ്റം അവിടെയും ഇവിടുന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മുകളിലോട്ട് കയറി നിൽക്കണം. അവിടെ അതേ അളവ് തന്നെ വന്നിട്ട് ഈ ഭാഗം 1.5 ഇഞ്ച് കയറി മുകളിലോട്ട് നിൽക്കണം. കണ്ടോ, അപ്പോൾ മനസ്സിലായി. നമുക്ക് ഈ ബാക്കിലെ പീസ് നമ്മളിങ്ങനെ മടക്കിയിട്ടില്ലേ കട്ട് ചെയ്തത്. അപ്പോൾ ആ മടക്കിയിട്ട ഭാഗം, ആ ചേർന്നിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് 2 ആക്കി എടുക്കണം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചുകൊണ്ട് നല്ല വശവും ചേർത്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ക്രോച്ച് ഏരിയ 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇങ്ങോട്ട് 1/2 ഇഞ്ച് വീതിയിൽ. ബാക്കിലെ പീസാണ് നമ്മൾ ഈ ക്രോച്ച് ഏരിയ നല്ല വശവും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കണ്ട ഇത് ബാക്കിലെ പീസ്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസും നല്ല വശവും ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഇങ്ങനെ 1/2 ഇഞ്ച് വീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം ആ ക്രോച്ച് ഏരിയ. അപ്പോൾ നമ്മൾ അതും തയ്ച്ചെടുത്ത് ഇനി നമുക്ക് ഈ ബാക്കിലെ പീസിൻ്റെ മീതെ ഈ ഫ്രണ്ടിലെ പീസ് നല്ല വശം ചേർത്ത് വെച്ചുകൊണ്ട് നല്ല വശവും ചേർത്ത് വെച്ചുകൊണ്ട് ഈ സൈഡ് പിന്നെ ആ ക്രോച്ച് ഏരിയ കറക്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് അവിടെ നല്ല കറക്റ്റ് ആയിരിക്കണം. എന്നിട്ട് ഇങ്ങനെ 2 വശവും തയ്ച്ചെടുക്കുക. ആ ക്രോച്ച് ഏരിയയുടെ സ്റ്റിച്ചിങ് രണ്ടും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മളത് രണ്ടും തയ്ച്ചെടുത്ത് ഇനി നമുക്ക് ഇപ്പോൾ കണ്ടോ ബാക്കിലെ പീസ് 1.5 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് കയറ്റി വെച്ചത് ആ മുകളിലോട്ട് കാണുന്നുണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കാൽഭാഗം 1 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കി തയ്ക്കണമെന്ന് പറഞ്ഞില്ല. അത് ആദ്യം 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് പിന്നെ ഒരു 3/4 ഇഞ്ച് വീതിയിൽ കൂടി മടക്കി തയ്ക്കാം. അത് നമുക്ക് തയ്ച്ചെടുക്കാം. 2 കാലിൻ്റെയും തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 2 കാലും തയ്ച്ചെടുത്ത് ഇനി നമുക്ക് ഈ നല്ല വശവും ചേർത്ത് വെച്ചുകൊണ്ട് ആ കാലിൻ്റെ അടുത്തുനിന്ന് മുകളിലോട്ട് ഈ സൈഡ് തയ്ച്ചെടുക്കണം. താഴെ നിന്ന് മുകളിലോട്ട് ആ സൈഡ് തയ്ച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ വശവും അപ്പുറത്തെ വശവും തയ്ച്ചെടുക്കണം. ആ വശവും ഈ വശവും തയ്ച്ചെടുക്കണം. അത് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 വശവും തയ്ച്ചെടുത്ത് ഇനി നമുക്ക് ഈ മുകളിൽ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ആദ്യം നമ്മളൊരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കിക്കൊണ്ട് എലാസ്റ്റിക് 1 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക്കാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ 1.25 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ബാക്കിലെ പീസിന് 1.5 ഇഞ്ച് വീതി മുകളിലോട്ട് എടുത്തല്ലോ, അത് എടുക്കാതെയും നമുക്ക് കട്ട് ചെയ്യാം. അന്നേരം നമ്മൾ ഈ കാലിൻ്റെ ഈ താഴ്ഭാഗം മുകളിലോട്ട് പൊങ്ങി നിൽക്കും. അതങ്ങനെ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ്, നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ബാക്കിലെ പീസ് 1.5 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെട്ടുന്നത്. അപ്പം നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ എലാസ്റ്റിക് ഇടാനുള്ള ഭാഗം കൂടെ തയ്ച്ചെടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്ന ഭാഗത്ത് ഒരു 1 ഇഞ്ച് വീതിയിൽ 1 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്യാതിട്ടേക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എലാസ്റ്റിക് കൊരുത്ത് കയറ്റാൻ വേണ്ടി.
അപ്പം നമ്മുടെ ഇളിവണ്ണം 28 ഇഞ്ചാണ്. അതിനേക്കാൾ ഒരു 5 ഇഞ്ച് കുറച്ച് 23 ഇഞ്ച് അളവിൽ എലാസ്റ്റിക് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കൊരുത്ത് കയറ്റണം. 23 ഇഞ്ച് വണ്ണത്തിലാണ് നമ്മൾ എലാസ്റ്റിക് എടുത്തേക്കുന്നത്. ഉണ്ടോ, നമ്മൾ 1 ഇഞ്ച് വീതിയിൽ അകലത്തിൽ അവിടെ സ്റ്റിച്ച് ചെയ്യാതിട്ടേക്കുന്ന ഭാഗത്ത് കൂടിയാണ് നമ്മൾ കൊരുത്ത് കയറ്റുന്നത്. സെറ്റി പിൻ ഉപയോഗിച്ച് കൊരുത്ത് കയറ്റാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നിട്ട് നമ്മൾ ഈ എലാസ്റ്റിക് രണ്ടും കൂടെ അവിടെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഈ അറ്റത്ത് വരുമ്പോൾ എലാസ്റ്റിക് ജോയിൻറ്റ് ചെയ്യണം. കണ്ടോ, ഈ 2 പീസും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കിതിനകത്തോട്ടാക്കി പിന്നെ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തേക്കണം. അങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.